മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റില് ബിഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക പദ്ധതികള് പ്രഖ്യാപിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമന് ഭരിക്കാന് വേണ്ട പിന്തുണ ഉറപ്പാക്കുമ്പോൾ കേരളത്തിന് സമ്പൂർണ്ണ നിരാശ. ലോക്സഭയിലേക്ക് ആദ്യമായാണ് ഇത്തവണ കേരളത്തില് ബിജെപി അക്കൗണ്ട് തുറന്നത്. തൃശൂരിനെ ഏറ്റെടുത്ത സുരേഷ് ഗോപിക്ക് കേന്ദ്ര കാബിനറ്റ് മന്ത്രിപദം മലയാളി പ്രതീക്ഷിച്ചു. എന്നാല് നൽകിയത് പെട്രോളിയം ടൂറിസം സഹമന്ത്രി സ്ഥാനം. ഒപ്പം മലയാളിയായ ജോർജ് കുര്യനെയും മന്ത്രിയാക്കി. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റില് കേരളവും തൃശൂരും പലതും പ്രതീക്ഷിച്ചു. എന്നാല് ധനമന്ത്രിയുടെ ബജറ്റ് പ്രസംഗത്തില് കേരളമോ തൃശൂരോ ഒരിക്കല് പോലും പരാമർശിക്കപ്പെട്ടില്ല. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് കേരളത്തിന് കണ്ണീര് ബജറ്റാകുമ്പോള് കേരളത്തിലെ ബിജെപി ഘടകവും ഞെട്ടലിലാണ്. സുരേഷ് ഗോപി പ്രഭാവം ബജറ്റിലുണ്ടായില്ലെന്നതാണ് യാഥാർത്ഥ്യം. പ്രളയ ദുരിതാശ്വാസ പദ്ധതികളിലും കേരളം ഇടം പിടിച്ചില്ല. സംസ്ഥാനത്തിന്റെ ദീർഘകാല സ്വപ്നമായ എയിംസ് ഇത്തവണ പ്രഖ്യാപിക്കുമെന്നായിരുന്നു ഉറ്റുനോക്കിയിരുന്നത്. എന്നാല് ബജറ്റ് പ്രഖ്യാപനത്തില് അതുണ്ടായില്ല. കുറച്ചുകാലമായി എയിംസ് പ്രഖ്യാപനം ബജറ്റിൽ ഉൾക്കൊള്ളിക്കാറില്ല. അതുകൊണ്ട് ബജറ്റില് ഇല്ലെങ്കിലും അത് കേരളത്തിന് സമീപഭാവിയില് കിട്ടാന് സാധ്യതയുണ്ട്. എന്നാല് മറ്റു വികസന പദ്ധതികളില് പോലും കേരളം എന്ന പേര് നിർമ്മല സീതാരാമന് പറഞ്ഞില്ലെന്നതാണ് ഞെട്ടലാകുന്നത്. തൃശൂരില് സുരേഷ് ഗോപി ജയിച്ചതിനൊപ്പം കേരളത്തില് 20% വോട്ട് വിഹിതവും ലോക്സഭയില് ബിജെപി നേടി. തിരുവനന്തപുരത്ത് രണ്ടാമതെത്തി. ആലപ്പുഴയിലും ആറ്റിങ്ങലിലും വീറോടെ മത്സരം കാട്ടി. കേരളത്തിലെ പുതിയൊരു വിഭാഗത്തെ ബിജെപി അടുപ്പിച്ചു. വികസന വാഗ്ദാനങ്ങളിലായിരുന്നു ഇതെല്ലാം. എന്നാല് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റില് കേരളത്തിന് പരിഗണന പോലും കിട്ടിയില്ല. ബജറ്റിന്റെ അനുബന്ധ രേഖകളില് എന്തെങ്കിലും കാണുമെന്ന പ്രതീക്ഷ ഇപ്പോഴും കേരളത്തിലെ ബിജെപി നേതാക്കൾക്കുണ്ട്. കേരളത്തില് നിന്നും 2 കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടും സംസ്ഥാനത്തിന്റെ ഗുണകരമാകുന്ന എടുത്തുപറയാവുന്ന പദ്ധതികളൊന്നും ഉണ്ടായില്ല. കേരളത്തില് എയിംസ് കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങള് 10 വർഷമായി തുടരുകയാണെന്നാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. ചില ആവശ്യങ്ങള് കേന്ദ്രത്തിനു മുന്നില് വച്ചിട്ടുണ്ടെന്നും ബജറ്റ് വരട്ടെ എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതുകൊണ്ടുതന്നെ ഇനിയുള്ള സുരേഷ് ഗോപിയുടെ പ്രസ്താവന നിർണായകമാകും.